I don't want to quote the example of our enemy country. अभी इलेक्शंस हुए हैं वहां पे 800 मिलियन से ज्यादा लोगों ने वोट किया है. कितने हजारों पोलिंग स्टेशन थे, लाखों पोलिंग स्टेशंस थे. एक जगह पे एक बंदा रहता था, उसके लिए भी पोलिंग स्टेशन बनाया उन्होंने. 1 महीने का दौरानिया था उस पूरे इलेक्शन का. ईवीएम के जरिए बनाया, कंडक्ट किया. एक आवाज उठी है कि इलेक्शन रिग्ड था. इंतकाल इख्तियार कैसे हुआ? जनाब चेयरमैन, हम भी उस सफ में शामिल होना चाहते हैं कि ये मुल्क हमेशा इसी लेजिटिमेसी की जंग लड़ता रहा हो कि इलेक्शन जीता है, ये जीता है, वो नहीं मानता, हारने वाला भी नहीं मानता हो, जीतने वाला कहता है कि जी मैं जीत गया हूं. इस किस्म की चीज हमारे पॉलिटिकल सिस्टम को बिल्कुल ही उसने खोखला कर दिया है. നമസ്കാരം. പാകിസ്ഥാന്റെ ദേശീയ അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവ് ഷിബിലി ഫറാസിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതായത് അദ്ദേഹം പാകിസ്ഥാനിൽ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത്. അതിന് അദ്ദേഹം ഉദാഹരണമായി എടുക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ എന്ന് അദ്ദേഹം പേര് പറയുന്നില്ല, ഒരു ശത്രു രാജ്യത്തിൻ്റെ പേര് പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത്. ശത്രു രാജ്യമായി പാകിസ്ഥാൻ ഇന്ത്യയെ അങ്ങനെ പരിഗണിച്ച് നിർത്തിയിരിക്കുകയാണ് എങ്കിൽ കൂടി ഇന്ത്യയെ പരിഗണിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയെ അവഗണിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ പ്രസംഗം. അതായത് രാജ്യത്തിൻ്റെ പേര് പറയുന്നില്ലെങ്കിലും ഈ തൊട്ടടുത്ത അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നത്. ആ തിരഞ്ഞെടുപ്പ് വലിയ തിരഞ്ഞെടുപ്പായിരുന്നു. 800 മില്യൺ ആളുകൾ വോട്ട് ചെയ്ത ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ ലക്ഷക്കണക്കിന് ബൂത്തുകൾ ഇന്ത്യയിൽ സജ്ജീകരിച്ചിരുന്നു. ഒരു ആൾ മാത്രമാണ് ഒരു മേഖലയിലുള്ളത് എങ്കിൽ അയാൾക്ക് വേണ്ടി പോലും ഇന്ത്യ ഒരു ബൂത്ത് ക്രമീകരിക്കുകയാണ് ചെയ്തത്. ഈ രീതിയിൽ യാതൊരുവിധ പരാതികൾക്കും ഇട നൽകാതെ ഒരൊറ്റ മാസം മാത്രമേ ഇന്ത്യക്ക് തിരഞ്ഞെടുപ്പ് പൂർത്തിയാകാൻ വേണ്ടി വന്നുള്ളൂ. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞ ശേഷം ഒരാളെങ്കിലും ഏതെങ്കിലും ഒരാൾ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അതിൽ പരാതി ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നോ എന്ന ചോദ്യമാണ് ദേശീയ അസംബ്ലിയുടെ ചെയർമാനോട് അദ്ദേഹം ചോദിക്കുന്നത്. ആരും ഒരക്ഷരം പോലും മിണ്ടിയില്ല. തിരഞ്ഞെടുപ്പ് ഫലത്തെ അവർ അതേപടി സ്വീകരിച്ചു. ഇതാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ്. പക്ഷേ പാകിസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായത് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് പാകിസ്ഥാനിൽ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെ പിടിച്ച് ജയിലിലിട്ട ശേഷമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. പ്രതിപക്ഷ പാർട്ടിക്ക് അനുകൂലമാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളെല്ലാം എന്ന് എല്ലാ അഭിപ്രായ സർവേകളും പ്രവചിച്ചിട്ടും വോട്ടെണ്ണൽ നടന്നപ്പോൾ വിജയിച്ചത് ഭരണപക്ഷമായിരുന്നു. ഈ രീതിയിൽ വ്യാപകമായ പരാതികൾ പിന്നീട് പാകിസ്ഥാനിൽ ഉണ്ടായി. വോട്ടെണ്ണലിലും മറ്റും അട്ടിമറി നടന്നു എന്ന് പല രാഷ്ട്രീയ പാർട്ടികളും പരാതിപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ വലിയ വിവാദങ്ങൾക്ക് ശേഷമാണ് ഒരു സർക്കാർ അവിടെ രൂപീകരിക്കാൻ സാധിച്ചത്. ഇപ്പോഴും പാകിസ്ഥാനിൽ നടന്നത് സുതാര്യമായ തിരഞ്ഞെടുപ്പാണോ എന്ന് സംശയമുണ്ട് പലർക്കും. എന്ന് മാത്രമല്ല, സുതാര്യമല്ലായിരുന്നു തിരഞ്ഞെടുപ്പ് എന്ന് വിശ്വസിക്കുന്നവനാണ് ഏറിയ കൂറും എന്ന് തന്നെ പറയാം. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പിനെ ഉദാഹരണമാക്കി പാകിസ്ഥാനിലും ആ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് വേണം എന്ന് പാകിസ്ഥാൻ്റെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത്. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പ്രതിപക്ഷം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമില്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത് തിരഞ്ഞെടുപ്പെങ്കിൽ തിരഞ്ഞെടുപ്പ് സ്വതന്ത്രവും സുതാര്യവുമായിരിക്കില്ല എന്ന് തിരുവനന്തപുരത്ത് വന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. വോട്ടിംഗ് മെഷീനെതിരെ വലിയ ആക്ഷേപങ്ങളൊക്കെ ഇവർ നടത്തിയിരുന്നു. കൈക്ക് വോട്ട് ചെയ്താൽ താമരയ്ക്ക് പോകുന്നു എന്നുള്ള പല കളിയാക്കലുകളും പ്രചരണങ്ങളുമെല്ലാം ദേശവ്യാപകമായി തന്നെ കോൺഗ്രസ് നടത്തി. പക്ഷേ ഫലം വന്നപ്പോൾ കോൺഗ്രസിനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ യാതൊരു പരാതിയും ഉണ്ടായില്ല. പാകിസ്ഥാനിലെ അല്ലെങ്കിൽ നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനിലെ ഒരു MP പറയുന്നത് കേട്ടിട്ട് വേണം നമ്മുടെ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ എത്രമാത്രം സംശുദ്ധമായിരുന്നുവെന്നും സുതാര്യമായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.